ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കല്ലുമ്മക്കായ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ കല്ലുമ്മക്കായ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പല രീതിയിൽ ഇത് ട്രൈ ചെയ്യുന്ന കൂട്ടത്തിൽ ഈ ഒരു രീതിയും കൂടി എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ചെയ്തത് കല്ലുമ്മക്കായ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് പുഴുങ്ങിയെടുത്തതാണ്. അപ്പോൾ അതൊക്കെ ഒട്ടുമിക്ക എല്ലാവർക്കും അറിയുന്നതായിരിക്കും, അതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോ ഒന്ന് കാണിക്കാഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത് പുഴുങ്ങി വെച്ചതാണ്. നമുക്കിനി ഇതിൻ്റെ തോടൊക്കെ കളഞ്ഞിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് ഇത് വരാം. തോടൊക്കെ കളഞ്ഞ് വരുമ്പോഴേക്കും സംഭവം ഇത്രയേ ഉള്ളൂ. പക്ഷേ കുഴപ്പമൊന്നുമില്ല, നമ്മുടെ റെസിപ്പിക്ക് ഇത് ധാരാളമാണ്. അതായത് എത്ര കുറച്ച് കല്ലുമ്മക്കായ ആണെങ്കിൽ കൂടി നമ്മൾ ഈ പറയുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ ഒരു പ്ലേറ്റ് നിറച്ചും സംഭവം ഉണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും പറ്റും. അപ്പോൾ ഇതാ കല്ലുമ്മക്കായ ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് പറയാം. ആദ്യം തന്നെ നമ്മളിതിലേക്ക് ചേർക്കേണ്ടത് ഉപ്പാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് മുളക് പൊടിയാണ്. അപ്പോൾ നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അതായത് കല്ലുമ്മക്കായ്ക്ക് നല്ല ഉപ്പും എരിവും ഒക്കെ പിടിക്കണം. അപ്പോൾ അതിനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇതെങ്ങനെ ഇവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മറ്റ് കുറച്ച് സാധനങ്ങളുണ്ട്, അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതിനി നീളത്തിൽ ഒട്ടും കനയില്ലാതെ വളരെ നൈസായിട്ട് മുറിച്ചെടുക്കാം. ഇതുപോലെ വേണം മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. ഞാനിവിടെ ഒരു 8-9 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. തോലൊന്നും കളയാതെ തന്നെയാണ് എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തോല് കളയാം. പിന്നെ അതുപോലെ ഞാൻ മുറിച്ചെടുക്കുകയല്ല, പകരം കല്ലിലിട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ്. അപ്പോൾ അതും കൂടി നമുക്ക് തയ്യാറാക്കാം. വെളുത്തുള്ളി ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ ഫ്രൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. പാത്രം നന്നായി ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് കല്ലുമ്മക്കായ ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ കല്ലുമ്മക്കായ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ച വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മുറിച്ച് വെച്ച വലിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം.
ഒരു 2 മിനിറ്റിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒരു 2 മിനിറ്റിന് ശേഷം നമുക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന മസാലയാണ്. ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് നല്ല സ്പെഷ്യൽ ഫ്ലേവർ ഉള്ളതാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാല എല്ലായിടത്തിലും എത്താൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിതിൽ ഉള്ളിയായാലും തേങ്ങയായാലും ഒന്ന് വാട്ടിയെടുക്കുകയല്ല, ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ ടൈമിൽ തന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു ഡാർക്ക് ഗോൾഡൻ കളറൊക്കെ ആവുന്ന സമയത്ത്, അതായത് നമ്മുടെ ഉള്ളിയും തേങ്ങയൊക്കെ ഒന്ന് പൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ പൊരിച്ച് വെച്ചിട്ടുണ്ടായ കല്ലുമ്മക്കായ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നല്ലൊരു സ്മെല്ലാണ് ഇവിടെ ഇപ്പോൾ റൂം നിറച്ചുള്ളത്. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ മുന്നേ ഇതുപോലെ കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക. എന്തായാലും ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.